രംഗങ്ങൾ കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ കയ്യിൽ മാത്രമായിട്ട് നിൽക്കും എന്ന് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ഒരു മിനി ഹോസ്പിറ്റൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അവിടെ ഞങ്ങൾ 2 എമർജൻസിയിലെ 2 ഡോക്ടേഴ്സ്, 2 ആർമോസ് ഉണ്ടായിരുന്നു. പറയുമ്പോൾ ഒരു സർജൻ, ഒരു കാർഡിയോവാസ്കുലർ സർജൻ, ഒരു അത്രയും എഫിഷ്യൻ്റായിട്ട് സർജൻ ഉണ്ടായിരുന്നു. പിന്നെ പോകെ ആൾക്കാരെ നിർത്തി വന്നപ്പോൾ ആ കൂടെ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടിലെ ചേച്ചി, അവരൊരു സ്റ്റാഫ് നഴ്സാണെന്ന് തോന്നുന്നു. കാര്യം അവർ വന്ന് നമ്മളെ പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു, സാർ ഈ പേഷ്യൻ്റ് എങ്ങാനും CPR കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സാർ ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ ടീം ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സിന് അടുത്തുള്ള ആൾക്കാരെ എല്ലാം വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ റോഡിലൊരു എമർജൻസി ഉണ്ട്, വേഗം വാ, ചിലപ്പോൾ CPR കൊടുക്കേണ്ടി വരുമെന്ന് ഫോണിൽ കൂടെ വിളിക്കുന്ന ഈ പ്രൊസീജിയറിൻ്റെ സൈഡിൽ തന്നെ വിളിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്തയാണ്, ഈ ഹോളിവുഡ് സിനിമയിലും അല്ലെങ്കിൽ തമിഴ് സിനിമ മെർസൽ, വിജയുടെ സിനിമയിലൊക്കെ കണ്ട പോലുള്ള ഒരു രംഗം, ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ ഒരു സ്ട്രോ ഉപയോഗിച്ച് രക്ഷിക്കുന്ന ഒരു രക്ഷാകര ദൗത്യം. ആ ദൗത്യം നടത്തിയ 2 ഡോക്ടർമാർ, 3 ഡോക്ടർമാരിൽ 2 പേരാണ് ഒപ്പം ഉള്ളത്. ഡോക്ടർ തോമസ് പീറ്ററും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിദിയാക്ക തോമസും. അപ്പോൾ എന്ത് തോന്നുന്നു, വലിയ ഒരു രക്ഷാദൗത്യമാണ് നടത്തിയത്, ഒരുപാട് ആളുകൾ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? വളരെ യാദൃശ്ചികമായിട്ടാണ് എത്തുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഫാമിലിയായിട്ട് വന്നപ്പോഴത്തേക്കുമാണ് റോഡിൽ ഒരു മേജർ ആക്സിഡൻറ്റ് നോട്ട് ചെയ്തത്. അപ്പോൾ ഇറങ്ങി, ദിദിയെ ഡേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് സ്റ്റെത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇറങ്ങി ജസ്റ്റ് വേറെ ഒന്നുമില്ല, പ്രാഥമികമായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ അന്നൊരു രീതിയിലേക്ക് മാത്രം പോയത്. പക്ഷേ ചെന്ന ആ രംഗങ്ങൾ കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ കയ്യിൽ മാത്രമായിട്ട് നിൽക്കും എന്ന് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ഒരു മിനി ഹോസ്പിറ്റൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അവിടെ ഞങ്ങൾ 2 എമർജൻസിയിലെ 2 ഡോക്ടേഴ്സ്, 2 ആർമോസ് ഉണ്ടായിരുന്നു. പറയുമ്പോൾ ഒരു സർജൻ, ഒരു കാർഡിയോവാസ്കുലർ സർജൻ, ഒരു അത്രയും എഫിഷ്യൻ്റായിട്ട് സർജൻ ഉണ്ടായിരുന്നു. പിന്നെ പോകെ ആൾക്കാരെ നിർത്തി വന്നപ്പോൾ ആ കൂടെ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടിലെ ചേച്ചി, അവരൊരു സ്റ്റാഫ് നഴ്സാണെന്ന് തോന്നുന്നു. കാര്യം അവർ വന്ന് നമ്മളെ പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു, സാർ ഈ പേഷ്യൻ്റ് എങ്ങാനും CPR കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സാർ ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ ടീം ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സിന് അടുത്തുള്ള ആൾക്കാരെ എല്ലാം വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ റോഡിലൊരു എമർജൻസി ഉണ്ട്, വേഗം വാ, ചിലപ്പോൾ CPR കൊടുക്കേണ്ടി വരുമെന്ന് ഫോണിൽ കൂടെ വിളിക്കുന്ന ഈ പ്രൊസീജിയറിൻ്റെ സൈഡിൽ തന്നെ വിളിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. പോലീസുകാരുടെ വലിയൊരു ഇതുണ്ട്, ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ, നാട്ടുകാരുടെ, ഞാൻ പറഞ്ഞില്ല, ഒരു 10-20 ഫ്ലാഷ് ലൈറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ ആ പ്രൊസീജിയറെല്ലാം ചെയ്തത്. വളരെ ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പോൾ. കാര്യം ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനത്തെ ചിന്തകളോ കാര്യങ്ങളോ ഇതിങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. എങ്ങനെയെങ്കിലും ഒരു ജീവൻ രക്ഷിച്ചെടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പഠിച്ച കുറേ കാര്യങ്ങൾ, സീനിയേഴ്സിനെ ഗുരുക്കന്മാരായിട്ട് കാണുന്ന ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ. അതിപ്പോൾ എന്നേക്കാളും ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു വർഷം കൂടുതൽ സീനിയർ ആണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു ബുക്കിനകത്തോ കിട്ടാത്ത കാര്യങ്ങളാണ്. അവർ പറഞ്ഞ പല വാചകങ്ങളും ഈ സമയത്ത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. മനൂപ് സാറ് പറഞ്ഞതുപോലെ അറ്റ് എ ടൈം ഓഫ് എമർജൻസി യു ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് എനിത്തിങ്. ഒന്നിനെയും പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നാളെ നമ്മൾ എന്താവും, ഈ പേഷ്യൻ്റെ കണ്ടീഷൻ, ഞാനൊരു പ്രൊസീജിയർ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ സാർ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് കൊണ്ട് ഈ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താവും എന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. ജീവനുണ്ടെങ്കിൽ ബാക്കി നമുക്ക് തോന്നും. അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചതാണ്, സാർ ഗ്ലൗസ് ഇല്ല, സാനിറ്റൈസ് ചെയ്തില്ല, നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആവാം, പേഷ്യൻ്റ് ഇൻഫെക്ഷൻ ആയിക്കൂടെ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജീവനുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് മാറ്റാം. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ചെയ്യേണ്ടി വന്നത്. ഒപ്പം സഹായിക്കാൻ മറ്റൊരു ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു. അപ്പം സിനിമകളിലൊക്കെ ഈ രംഗം കാണുമ്പോൾ ഇങ്ങനെയൊന്നും സാധ്യമാവുമെന്ന് ആളുകൾക്ക് സംശയമുണ്ടായിരിക്കും, അതൊരു നായകനെ പ്രകീർത്തിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന്. പക്ഷേ അത് ശരിക്കും അങ്ങനെയൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ചെയ്ത ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ലൈഫ് സേവിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അത് സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ചില സമയത്ത് അസിസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ പോസ്റ്റ് MBBS ഡ്യൂറേഷനിലായതുകൊണ്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു നടുറോട്ടിൽ വെച്ചത് ഫിലിംസിനതൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു മൊമെൻറ്റ് റിയൽ ലൈഫിൽ വരുന്ന ഞങ്ങളും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്ത് സാറും കൂടെ ഉണ്ടായിരുന്നു, ഡോക്ടർ മനൂപ് കൂടെ ഉണ്ടായിരുന്നു. സാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പേഷ്യൻ്റ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ടിട്ട് ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ ആ പേഷ്യൻ്റ് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആ പേഷ്യൻ്റ്
കാർഡിയാക് അറസ്റ്റിനകത്തോട്ടേക്ക് റെസ്പിറേറ്ററി അറസ്റ്റിനകത്തോട്ടേക്ക് പോകും. അപ്പോൾ അതിനും നല്ലത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ട്രോയും ബ്ലേഡും കിട്ടിക്കഴിഞ്ഞ് ക്രിക്കോതൈറോയിഡോട്ടമി എന്ന് പറയും. ആ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ നാട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ സ്ട്രോയും ഒരു ബ്ലേഡും വേണം എന്നുള്ളത്. ഗ്ലൗസും അന്വേഷിച്ചായിരുന്നു, പക്ഷേ ആ സമയത്ത് കിട്ടിയില്ല നമുക്ക്. അത് കഴിഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞപ്പോൾ തന്നെ ഒരു പേപ്പർ സ്ട്രോ ആണ് ബേസിക്കലി കിട്ടിയത്. പേപ്പർ സ്ട്രോയും റേസർ ബ്ലേഡും കിട്ടി. നമ്മളത് വെച്ച് ട്രൈ ചെയ്തു. പക്ഷേ പേപ്പർ സ്ട്രോ ഇടുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രക്തത്തിൽ അലിഞ്ഞു പോകും. അപ്പം അത് വീണ്ടും കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വീണ്ടും അവരോട് പറഞ്ഞു ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും, ഒരെണ്ണം മാറ്റി. അതപ്പോൾ ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുതലാണ്. പക്ഷേ സ്റ്റിൽ നമുക്കതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അത് സാർ അങ്ങനെ ചെയ്തു. പിന്നെ അവർക്കാർക്കോ നാട്ടിൽ നിന്ന് കൂടെ നിന്ന് ആർക്കോ മനസ്സിലായിട്ടുണ്ട്, ഇത് സിനിമയിലൊക്കെ കണ്ടതുകൊണ്ടാവാം, അവർ കുറച്ചും കൂടി അവയർനെസ് ഉള്ളത് കൊണ്ടാവാം അവരെവിടുന്നോ ഒരു പ്ലാസ്റ്റിക് സ്ട്രോ മറ്റേ എന്തോ ഡ്രിങ്ക്സിൻ്റെ എന്തോ ഒരു സ്ട്രോ നമുക്ക് കൊണ്ടു തന്നായിരുന്നു. ആ സ്ട്രോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തപ്പോഴാണ് നമുക്കതൊരു പിന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അത് യൂസ് ചെയ്യാൻ പറ്റിയത്. കാരണം പേപ്പർ സ്ട്രോ ആണെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ഇങ്ങനെ മാറ്റുമ്പോഴത്തേനും അവിടെ ആ ഇൻസെഷൻ വലുതാവാനും പിന്നെ ഇൻഫെക്ഷനുള്ള സാധ്യതയും കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നാട്ടുകാർക്ക് കുറച്ചും കൂടി അവയർനെസ് ഉള്ളതുകൊണ്ട് ഒരു വലിയ ഉപകാരമായി തോന്നി. പിന്നെ അതേപോലെ തന്നെ അവർക്കും കൺട്രോൾ ചെയ്ത് നിർത്താം. അവരും വേറെ വീഡിയോസ് ഒന്നും എടുക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. പോലീസ് അതിന് വലിയൊരു സപ്പോർട്ടായിരുന്നു. റോഡരികിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങളിപ്പം പെട്ടെന്ന് കാറിൽ വരുമ്പോൾ റോഡിൽ വണ്ടി നിർത്തിയൊക്കെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഈ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവൾക്ക് ഡോക്ടർമാരാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു. ആള് സ്റ്റെത്ത് എടുത്ത് കഴുത്തിലിട്ടുകൊണ്ടാവണം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയില്ല വന്നപ്പോഴത്തേനും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ സ്റ്റിൽ നമ്മളുടെ സംസാരം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു തരത്തിൽ മനസ്സിലാവും നമ്മൾ എന്ത് പ്രൊഫഷൻ, അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആണെന്നെങ്കിലും മനസ്സിലാവും. അപ്പോൾ നമ്മൾ നട് റോട്ടിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ മാറ്റിയിരുന്ന് നമ്മൾ സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തായിരുന്നു. മറ്റേ സാറും കൊടുത്തായിരുന്നു. നമ്മളും പറഞ്ഞു നിങ്ങൾ എടുക്കരുത്, കാരണം ഒരു സ്പൈനൽ ഇഞ്ചറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കാൻ ചെയ്യണ കാര്യം ചിലപ്പോൾ അത് ജീവിതകാലം മൊത്തം ആൾ പാരലൈസ് ആയി പോകും. അപ്പം അത് വേണ്ടെന്നുള്ള രീതിക്ക് അവരോട് പറഞ്ഞു. അവർക്ക് സിറ്റുവേഷൻ കൺട്രോൾ ചെയ്ത് അവർ മാക്സിമം അവർക്ക് മനസ്സിലായി നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അവർ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു ആക്ച്വലി ആ ഒരു കണ്ടീഷനിൽ. ഈ അപകടത്തിൽപ്പെട്ട യുവാവിൻ്റെ ബന്ധു വിളിച്ചിരുന്നു അല്ലേ? അപ്പോൾ രോഗിക്ക് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടോ? അപ്പം തന്നെ വലിയ സന്തോഷം തോന്നില്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ ആശുപത്രിയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും നമുക്ക് ഇന്ന രോഗികൾ ഇന്ന് നമുക്കുണ്ടാകും. പക്ഷേ ഇത് വളരെ പ്രതീക്ഷിക്കാതെ. അപ്പം അവരുടെ ബന്ധുക്കളുടെയൊക്കെ ഒരു മനോഭാവം എന്തായിരുന്നു? ആക്ച്വലി വിളിക്കുകയില്ല, ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ആ സ്പോട്ടിൽ ഇന്നലെ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു രണ്ടുപേരും. അപ്പോൾ അവരും ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ വണ്ടിയും കാര്യങ്ങളും സ്പോട്ടൊക്കെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അത് വളരെ ഇമോഷണലായിട്ടൊരു ഇതായിരുന്നു. വരും എനിക്ക് തോന്നുന്ന ആളുടെ ഒരു ഇളയ സഹോദരൻ, ഒരു 3 പേരാണെന്ന് പറഞ്ഞത്, ലിനു എന്ന് പറഞ്ഞ ആളുടെ ഇളയ സഹോദരനെ ഞങ്ങൾ കണ്ടത്. അദ്ദേഹം ഇനി എന്ത് എന്നറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും ആ സമയത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച മനസ്സിനെ അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും ലിനു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ. എങ്ങനെ വന്നാലും ലിനു എന്ന് പറയുന്ന പേരും ആ ഒരു വ്യക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു അവാർഡുകൾക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മെഡിക്കൽ റെക്കോർഡ്സിന് ഒരു ഡിഗ്രിക്കോ തരാൻ പറ്റാത്തത്ര സന്തോഷവും എന്തോ ജീവിതത്തിൽ ചെയ്തു എന്നൊരു സാധാരണ MBBS ഡോക്ടർ എന്നതിൽ ഉപരി ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നൊരു ചിന്ത ഭയങ്കരമായിട്ട് മനസ്സിൽ വന്നിട്ടുണ്ട്. അതിൽ ഭയങ്കര അഭിമാനം കൊള്ളുവാണ് ഞങ്ങൾ രണ്ടുപേരും. കാര്യം ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെയ്തത് എത്രമാത്രം വലിയ കാര്യമാണ് എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളത് ഹോസ്പിറ്റലിനകത്ത് ഇതുപോലത്തെ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ കൂടെ എന്ത് ചെയ്യണമോ അതാണ് ഞാൻ പറഞ്ഞല്ലോ, എന്നേക്കാൾ 1 വയസ്സ് മൂത്ത അല്ലെങ്കിൽ 1 വർഷം എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഞങ്ങളുടെ പ്രൊഫഷൻ വെച്ച് എൻ്റെ ഗുരുവാണ്. അങ്ങനെ ഒരു ഗുരുസ്ഥാനത്തിലാണ് മനു സാറിൻ്റെ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യാന്നുള്ളത്. ഞങ്ങൾ ജസ്റ്റ് സാറിനെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഡെഫിനറ്റ്ലി ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കില്ല. സാർ ഒറ്റയ്ക്കാണെങ്കിലും ആ പ്രൊസീജിയർ നടക്കത്തില്ല. ഞങ്ങൾ 3 പേരും ഉണ്ട് അവിടെ. ആ പ്രൊസീജിയറിൻ്റെ ഇടയിൽ ആ കൂടെ നിന്ന ഒരാൾ ഒരു വീഡിയോ എടുക്കുകയോ അഥവാ ഒരു സജഷൻ, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, റോട്ടിൽ വെച്ചാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു സംസാരം ഉണ്ടായാൽ പോലും ആ പ്രൊസീജിയർ നടക്കില്ല. പോലീസിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ പ്രൊസീജിയർ നടക്കത്തില്ല. അവിടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുക ജീവൻ രക്ഷിക്കാൻ, ബാക്കി നമുക്ക് വന്നോടത്ത് വെച്ചെന്ന് കാണാമെന്ന് പറഞ്ഞ ധൈര്യം തന്നൊരു പോലീസുകാരനുണ്ടായിരുന്നു. സാർ CPR തരണമെങ്കിൽ ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പേഷ്യൻറ്റിനെ 10 മിനിറ്റ് കൊണ്ട് 12 കിലോമീറ്റർ ദൂരെ ആ ബ്ലോക്കിൽ, ഞായറാഴ്ച രാത്രിയാണ്, ആ ബ്ലോക്കിൽ ആംബുലൻസിലെത്തിച്ച് ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ സഹായമില്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് ജീവനോടെ ഉണ്ടാവില്ല. അറിയാൻ സാധിച്ചത് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അറസ്റ്റ് സംഭവിച്ചത്. ഇൻ ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണത്. ഇൻ ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റ് നടക്കുമ്പോൾ എല്ലാ
സജ്ജീകരണങ്ങളും റെഡിയാണ്. അപ്പോൾ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്ത് മെഡിസിൻസ് കൊടുത്ത് കറക്റ്റ് പ്രോട്ടോക്കോൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ 4ാമത്തെ മിനിറ്റിൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർ വീണയും ടീമും എടുത്ത് ഇതിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു എല്ലാവരും പറയുന്നു കൃത്യസമയത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പോലെ 3 ഡോക്ടർമാർ സ്ഥലത്തെത്തി. 3 ഡോക്ടർമാർ സ്ഥലത്തെത്തിയതല്ല, ആ ഒരു ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതിൽ കൂടെ പോയ ഏതൊരു ചേട്ടനിൽ വരെ ഉണ്ടായിരുന്നു. കാര്യം പ്ലാസ്റ്റിക് സ്ട്രോ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴും എവിടെ നിന്ന് പ്ലാസ്റ്റിക് സ്ട്രോ കിട്ടുമെന്ന് അറിയത്തില്ല. ഒരു ഡ്രിങ്കിൻ്റെ സ്ട്രോ കൊണ്ടുവരാനും അത് മതിയാവുമോ എന്ന് ചോദിക്കാൻ ഒരു സാധാരണക്കാരന് തോന്നിയ ആ ചിന്ത വരെയും എന്താ പറയുക, അത് നന്മയുടെ തന്നെയാണ്. ആ നന്മ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ലിനു ഇങ്ങനെ നിൽക്കുന്നത്. ലിനുവിൻ്റെ ആൾക്ക് നല്ലൊരു ദൈവഭാഗ്യമാണ് ഉള്ളത്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആ കൃത്യസമയത്ത് അവിടെ ഇറങ്ങാൻ തോന്നിച്ചതും ആളുടെ ആ ഒരവസ്ഥ കണ്ട് എല്ലാവർക്കും അങ്ങനെ നിൽക്കാൻ തോന്നിച്ചതും ആളുടെ ആയുസ്സിന് ബലമുള്ളത് കൊണ്ടായിരിക്കാം. ഏതായാലും വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അവർ മാത്രം ഈ ഡോക്ടർമാരൊപ്പം തന്നെ അവർക്കൊപ്പം ആ സമയം അവിടെ സഹകരിച്ചു നിന്ന എല്ലാവരും, നേഴ്സുമാരെത്തിയിരുന്നു, അറ്റൻഡർമാരെത്തിയിരുന്നു, പോലീസുകാരെത്തിയിരുന്നു, നാട്ടുകാർ. അപ്പോൾ ഇവരെല്ലാവരുടെയും സഹകരണത്തോടെയാണ് റോഡരികിൽ വളരെ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതും ഇത്തരത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നതും. ഏതായാലും അതിൽ ആ ഡോക്ടർമാർക്കും വലിയ അഭിമാനവും സന്തോഷവും ഒക്കെയുണ്ട്. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.